ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നോക്കുമ്പോൾ ആ UDFന്റെ പ്രവർത്തകർ അടിത്തട്ടിൽ ഒരു സജീവമാകാത്തൊരു സാഹചര്യമുണ്ട്. ആ അത് ആ ഈ കോർപ്പറേഷനിലും മറ്റുമൊക്കെ ഇപ്പോൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? കുറേയൊക്കെ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നപ്പോൾ, ഉം. ഇപ്പോൾ നമുക്കറിയാം ഇത് ലോക്കൽ ബോഡിയാണല്ലോ, അതെ അപ്പോൾ അതെ. ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവർക്ക് അവിടെ കുറച്ച് സ്വാധീനം ഉണ്ടാവും. ഉം. അങ്ങനെ അവരുടെ കുറേ ആൾക്കാർ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്കൊരു ഓളം ഉണ്ടാക്കാൻ പറ്റും. അതെ. അപ്പൊ ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ത്രികോണ മത്സരങ്ങൾ ഫേസ് ചെയ്ത് ആ പരിചയമുള്ള ആ ആളാണ്. ആ പലപ്പോഴും ഈ ആ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇപ്പോഴും ചർച്ചയിലാണ്. അതെ അതെ അതെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ തീർച്ചയായിട്ടും അങ്ങ് വിനിയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും. ഏത് തരത്തിലുള്ള അപ്രോച്ചാണ് ഇനിയിപ്പോൾ UDF ഇനി അങ്ങോട്ട് കുറച്ച് ദിവസമാണുള്ളത്, അതെ അതെ. എന്തായിരിക്കും? ഇനിയിപ്പോൾ നഗരത്തിൽ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ഓക്കെ. നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു രേഖയുണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ഓക്കെ. കഴിഞ്ഞ ഭരണസമിതിയുടെ കുറ്റപത്രം മാത്രമല്ല. ഉം. അപ്പോൾ ഞാനും ചോദിക്കും, നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? ഓ യെസ്. ആ കാര്യങ്ങളും കൂടെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.